ഹായ്. ഹിസ്റ്ററിയിലെ 5th ചാപ്റ്റർ തെർമോഡൈനമിക്സിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തൊരു പോർഷൻ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി. അതായത് പാത്ത് ഫംഗ്ഷനിൽ വരുന്ന രണ്ട് പാർട്ടിയുണ്ട്, ഒന്ന് ഹീറ്റ് ഒന്ന് വർക്ക്. അപ്പോൾ ഹീറ്റ് എന്നത് പാത്ത് ഫംഗ്ഷൻ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അത് ഹീറ്റ് തന്നെയാണ്. വാട്ട് ഈസ് ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് the amount of heat required to rise the temperature of a system through 1 degree or 1 K. ഹീറ്റ് കപ്പാസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സി ആണ്. കപ്പാസിറ്റി എന്താണ്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇതിലാണല്ലോ നമ്മളുടെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ സിസ്റ്റത്തിലല്ലേ. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് വീണ്ടും എടുക്കുക. ഒരു സിസ്റ്റം നിങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നിങ്ങൾ കരുതുക. 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സിസ്റ്റത്തിൻ്റെ ആ ഒരു ഹീറ്റ് അത് കുറച്ച് ഇൻക്രീസ് ചെയ്ത് 11 ഡിഗ്രി സെൽഷ്യസ് ആക്കണമെന്ന് കരുതുക. അതിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി 10ൽ നിന്നും 11ലേക്ക് കൊണ്ടുവരണ്ടേ. അതാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യണം? ഹീറ്റ് ചേഞ്ച് ചെയ്യണം. എന്നാലോ ഈ 10 to 11 എന്ന രീതിയിൽ ഹീറ്റ് കൊടുക്കണം. അങ്ങനെ ഞാൻ കൊടുക്കുന്ന ഹീറ്റ് ഉണ്ടല്ലോ, 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 11 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആകാൻ ഞാൻ കൊടുക്കുന്ന ഹീറ്റില്ലേ, ആ ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. ഇത് ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രിയോ, അപ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന ആ ഹീറ്റ്, അതാണ് ഇവിടെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. So we can say that it is the amount of heat required to raise the temperature of a system through 1 degree Celsius or 1 K. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഏതാ? ഹീറ്റ് കപ്പാസിറ്റി C is equal to Q by delta T. അതെങ്ങനെയാ? ഞാൻ ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുന്നു. ഹീറ്റ് കൊടുക്കുന്നത് Q. അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ ഇട്ട് കൊടുക്കുന്ന ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നില്ലേ, ആ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നതാണ് ഡെൽറ്റ ടി. സോ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. ഇതാണ് ഇക്വേഷൻ. എന്താണ്? സി ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ. ഞാൻ ഹീറ്റ് കൊടുക്കുന്നു, അപ്പോഴോ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നു. ഇതാണ് നമ്മളുടെ ഹീറ്റ് കപ്പാസിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അറിയാം, ഒരു സിസ്റ്റം നിൽക്കുന്ന ഹീറ്റ്, ആ സിസ്റ്റം നിലവിൽ നിൽക്കുന്ന ഹീറ്റ്, അതാണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴുണ്ടാവുന്ന, ഇപ്പോൾ നിലവിൽ 10 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അതൊരു 12 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട്, അപ്പോൾ സിസ്റ്റത്തിൽ നിലവിലുള്ളത് 10 ഡിഗ്രി ആയിരുന്നു, അതാണ് അവിടുത്തെ നിലവിലെ ടെമ്പറേച്ചർ. അത് ചേഞ്ച് ചെയ്യുന്നതിലേക്ക് വേണ്ടി നാം അതിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്, അതതിൻ്റെ എന്തായിരിക്കും? അപ്പോൾ അത് അവിടെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായി വരുന്ന ആ ഒരു മാറ്റം വരുത്തുന്നതാണ്. അങ്ങനെ ആവുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഹീറ്റ് കപ്പാസിറ്റി എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെ ഹീറ്റാണ് ടെമ്പറേച്ചർ. ആ ഹീറ്റ് മാറാൻ വേണ്ടി നാം അങ്ങോട്ട് എന്താണോ കൊടുക്കേണ്ടി വരുന്നത്, ആ മാറുന്നതാണ് ടെമ്പറേച്ചർ. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഹീറ്റ് കപ്പാസിറ്റി അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, അതോ പാത്ത് ഫംഗ്ഷൻ ആണോ എന്നാണ് ഞാനൊരു ചോദ്യം കരുതുന്നത്. ആദ്യമാണെന്ന് പറഞ്ഞത്, അത് തിരിച്ചു ചോദിക്കുക. ഇത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ പാത്ത് ഫംഗ്ഷൻ ആണോ ഹീറ്റ് കപ്പാസിറ്റി എന്നത്? അതിൻ്റെ ആൻസർ അതൊരു പാത്ത് ഫംഗ്ഷൻ ആണ് എന്നതാണ്. മാത്രമല്ല, ഹീറ്റ് കപ്പാസിറ്റി എന്നത് അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എന്താ കാരണം? ഹീറ്റിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അത് മാറും. അതുകൊണ്ടാണ് അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഉദാഹരണം എടുത്താൽ, ഒരു 5 ലിറ്റർ വെള്ളം ചൂടാക്കാനുള്ള സമയം മതിയാവുമോ ഒരു 10 ലിറ്റർ വെള്ളം ചൂടാക്കാനായിട്ട്? അപ്പോൾ അതിൻ്റെ ഹീറ്റിൻ്റെ ആ ഒരു അളവ് ചേഞ്ച് അല്ലേ. 5 ലിറ്റർ ചൂടാക്കുന്നതിന് വേണ്ടിയിട്ട്, ബോയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ്, പിന്നീട് അത് 10 ലിറ്ററിലേക്ക് മാറുമ്പോൾ എടുക്കുന്ന സമയം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? അതിലൊക്കെ ചേഞ്ച് ഉണ്ട്.
സംഭവിക്കുക? സമയം മാറുന്നു, ടെമ്പറേച്ചർ, ഹീറ്റ് മാറുന്നു, ടെമ്പറേച്ചർ മാറുന്നു എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്. സമയം മാറുന്നതിനനുസരിച്ച് ഹീറ്റ് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ മോളാർ ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇവ രണ്ടും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ് എന്നതും മനസ്സിലാക്കുക. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത് കേട്ടല്ലോ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നാൽ എന്താ? ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്താൻ കൊടുക്കുന്നതാണ് ഹീറ്റ് കപ്പാസിറ്റി. പറയുക ആ സിസ്റ്റത്തിന്റെ അളവ്, അത് നമ്മൾ എടുത്തു പറയുക. ആ സിസ്റ്റത്തിന്റെ അളവ് എന്നത് 1 മോള് സിസ്റ്റം ആണെങ്കിൽ, അളവിനെയാണ് ആ 1 മോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 1 മോൾ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഡിഗ്രി ഉയർത്താൻ ആവശ്യമായ ഹീറ്റ് കപ്പാസിറ്റി ആണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാസ് ഓഫ് സിസ്റ്റം ആണ്. 1 കിലോഗ്രാം സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്താൻ വേണ്ട മാസ്, ആ മാസ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് ഏതായിട്ട് വരിക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് വരിക. ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സിസ്റ്റം. നമ്മളിവിടെ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ. അതായത് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞുവല്ലോ. നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് അവിടെ എന്തുകൂടി കൊടുത്താൽ മതി? എൻ ഡെൽറ്റ ടി എന്ന് കൊടുത്താൽ മതി. അതായത് ക്യൂ ബൈ എൻ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ. തന്നെ നമ്മൾ ഇവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴേക്കും അവിടെ കൊടുക്കേണ്ടത് എന്താണ്? മാസ് കൂടി ചേർക്കണം. അപ്പോൾ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എം ഡെൽറ്റ ടി. ഓക്കെ. ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് ഫിസിക്സിലാണ്. കെമിസ്ട്രിയിൽ ഈ ഇക്വേഷൻ അത്ര കാര്യമായിട്ട് ചോദിക്കാറില്ല എന്നതും നിങ്ങൾ ഓർക്കുക. മോളാർ ഹീറ്റ് കപ്പാസിറ്റിയിൽ എൻ ചേർക്കണം, മനസ്സിലായോ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ എം ആണ് ചേർക്കേണ്ടത്. ഓക്കെ. ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഡെറിവേഷൻ പ്രോസസ്സാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വീണ്ടും വരുന്നു, നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്താനായിട്ട് ഇത്ര ഹീറ്റ് അതിനകത്തേക്ക് ചേർക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 10 ഡിഗ്രി ഉയർത്താൻ എത്ര സമയം വേണം? എത്ര സമയം കൊണ്ട് 10 ഡിഗ്രി ഹീറ്റ് നമുക്ക് ഉയർത്താൻ പറ്റും? ഓർക്കേണ്ട ഒരു കാര്യം, മോളാർ ആയാലും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയാലും ഇവ രണ്ടും അവ ഏതിൽ വരുന്നതാണ്? പാത്ത് ഫംഗ്ഷനിൽ വരുന്നതാണെന്നൊന്ന് ഓർക്കുക. ഹീറ്റ് കപ്പാസിറ്റി അതെങ്ങനെയാണ്? അത് എക്സ്റ്റെൻസീവ് ആണ്. എന്നാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിലോ അത് ഇൻറ്റൻസീവ് ആണ് എന്നതും ഓർക്കുക. നമ്മുടെ ആ ഡെറിവേഷനിലേക്ക് വരിക. നിങ്ങൾക്കറിയാം സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി ആണെന്നറിയാലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ അതിൽ നിന്ന് നമുക്ക് ക്യൂ വെളിയിലെടുത്താൽ ക്യൂ ഈസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി അല്ലേ. ക്യൂ വി ഈക്വൽ ടു കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് എഴുതാം. ക്യൂ വി ഈസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റി എന്നതാണ്. ഓക്കെ. ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ചേഞ്ച് എങ്കിൽ ക്യൂ പി ഈസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി എന്നെഴുതാം. പഠിച്ചൊരു മുദ്രാവാക്യമുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി എന്ന ഒരു മുദ്രാവാക്യം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു നമുക്കത് വേറൊരു രീതിയിലേക്കും ആ ഇക്വേഷനിൽ നിന്ന് തന്നെ എടുക്കാം. അതായത് സി വി ഡെൽറ്റ ടി എന്നും അവിടെ നോട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഡെൽറ്റ എച്ച് ക്യൂ പി ഇക്വേഷനിലൂടെ തന്നെ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി എന്നും അതിൽ നിന്നും നമുക്ക് എഴുതുവാൻ സാധിക്കും. അപ്പം നാം ഇപ്പോൾ എഴുതിയ ആ ഒരു ഡെൽറ്റ എച്ചിൻ്റെ ഇക്വേഷൻ അത് നമ്മളങ്ങ് വീണ്ടും എടുത്ത് എഴുതുകയാണ്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഡെൽറ്റ എൻ ആർ പി. അതായത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ആണ്. ഓക്കെ.
നേരത്തെ തെറ്റായിട്ട് പറഞ്ഞു എന്നൊരു തോന്നലുണ്ട്, അത് കറക്റ്റ് ചെയ്തേക്കുക. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു കേസിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് വരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണിത്. ഇവിടെ നമ്പർ ഓഫ് ഹോഴ്സ് 1 ആക്കി എടുക്കുന്നു. ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? അത് ടെമ്പറേച്ചറിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എൻ ആർ ഡെൽറ്റ ടി. ടി എടുക്കാൻ കാരണം എന്താ? ഹീറ്റ് കപ്പാസിറ്റിയിൽ എന്താണ് ചേഞ്ച് ആകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ആ ചേഞ്ചിനെ കാണിക്കാനാണ് ഡെൽറ്റ ടി. ഓക്കെ, ഡെൻ നമ്മൾ നേരത്തെ ഡെൽറ്റ എച്ചിലൊരു ഇക്വേഷൻ നമ്മളത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ആയിട്ട്, അതായത് സി പി ഡെൽറ്റ ടി എന്നൊരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷൻ എന്താ? അതായത് ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ഡെൽറ്റ യു പ്ലസ് എൻ ആർ ഡെൽറ്റ ടി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി പി ഡെൽറ്റ ടി എന്നത് സി വി ഡെൽറ്റ ടി പ്ലസ് എൻ ആർ ഡെൽറ്റ ടി. അപ്പം എൻ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒരു വാല്യൂ കൊടുക്കുന്നത് 1 എന്ന വാല്യൂ ആയിരിക്കും. സോ സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആറ്, ദെൻ അഗെയിൻ സി പി മൈനസ് സി വി എന്ന് പറയുമ്പോഴും ആ വാല്യൂ ഏതാ? 6 എന്ന വാല്യൂ അവിടെ നിലനിർത്താൻ പറ്റും. കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് കപ്പാസിറ്റി മൈനസ് കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എന്നതാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഇതിനെ തുടർന്നുള്ള പാർട്ട് അടുത്തൊരു വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകാം. കുറച്ച് എൻതാൽപ്പീസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അത് മാത്രം എടുത്തുകൊണ്ട് നമുക്കൊരു സെഷൻ മാനേജ് ചെയ്യാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.